ഹരി, ഇന്നിവിടെ നടന്നത് പെണ്ണ് കാണൽ ചടങ്ങാ. ചെറുക്കൻ പെൺവീട്ടിൽ ചെന്ന് കുട്ടിയെ കാണുന്നതാണ് നാട്ടു നടപ്പ്. പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് ഇതിനോടകം ചെറുക്കൻ പെൺകുട്ടിയെ കണ്ടിട്ടുള്ളത് കൊണ്ട് അതൊരു സാരമുള്ള കാര്യവുമല്ല. നിനക്ക് മനസ്സിലാവുന്നുണ്ടോടാ ഹരി ഞാൻ പറയുന്നത്? നിനക്ക് കൊണ്ട് ശ്രുതിയെ ഞങ്ങളൊന്ന് ആലോചിക്കുക. ആലോചന തുടങ്ങിയത് 2 വീട്ടിലെ അടുക്കളയിൽ നിന്നാ. അതായത് ഈ അമ്മമാര് വഴി. രേണുകയെ സത്യമ്മയാണ് മുൻകൈ എടുത്തത്. ചുരുങ്ങിയ സമയമായിട്ടുള്ളൂ നമ്മൾ 2 കൂട്ടരും പരിചയമായിട്ട്. എന്നാലും അത്യാവശ്യം കുടുംബകാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയാം. നിങ്ങളുടെ വിവാഹത്തിലൂടെ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കുന്നതിൽ അപാകതയില്ലെന്ന് തോന്നുന്നു. സത്യമ്മേ, ഇവിടുത്തെ സാമ്പത്തിക ചുറ്റുപാടുകളെ കുറിച്ച് പറഞ്ഞാ അതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട ഹരിയുടെ അമ്മാവ. പയ്യൻ നല്ലതാണോ, കുടുംബം കൊള്ളാവോ, അതേ ഞാനും സജീവം നോക്കുന്നുള്ളൂ. ഞങ്ങളും അങ്ങനെ തന്നെയാ സതിയമ്മേ. പെൺകുട്ടി നല്ലതായിരിക്കണം, അല്ലാതെ പൊന്നുണ്ടോ പണമുണ്ടോ ഭൂസ്വത്തുണ്ടോ എന്നൊന്നും അന്വേഷിക്കുന്നില്ല. കല്യാണം കഴിഞ്ഞ പിള്ളേര് സ്വരുമിപ്പോടെ ജീവിച്ചു പോണം. അതാണ് പ്രധാനം. മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് തുടർന്നുള്ള കാര്യങ്ങളെ പറ്റി ആലോചിച്ചാലോ? ഇത് നവംബർ, ഡിസംബറിലോ ജനുവരിയിലോ മലയാള മാസം പറപ്രഭാര, വൃശ്ചികം, ധനു, മകരം, കുംഭത്തി കല്യാണം നടത്താനേ പാടില്ലെന്നാ. ഓ, എങ്കിൽ പിന്നെ അതിനു മുമ്പ് ആയിക്കോട്ടെ. ഒരു ജോത്സ്യനെ കണ്ട് മുഹൂർത്തം കുറിപ്പിക്കണം. സജീവ് എന്താ മിണ്ടാതിരിക്കുന്നത്? അഭിപ്രായം എന്താന്ന് വെച്ചാ പറ. എന്താ സജീവേ? നമ്മള് തീയതി മുഹൂർത്തം നിശ്ചയിക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യമില്ലേ? സ്വർണവും ഡ്രസ്സും ഒക്കെ എടുക്കുന്നതാണോടാ? അത് സാരമില്ല, 2-3 ആഴ്ചത്തെ സാവകാശം കിട്ടിയാ മതി. അതല്ലമ്മേ, കല്യാണം കഴിക്കേണ്ടത് ഹരിപ്രസാദും ശ്രുതിയും തമ്മിലാ. അവരുടെ അഭിപ്രായം അറിയണ്ടേ? എന്റെ കുഞ്ഞേ, അവരുടെ അഭിപ്രായം പ്രത്യേകിച്ച് എന്തോന്നറിയാനാ? ഹരിക്കും സമ്മതം, ശ്രുതിക്കും സമ്മതം. അതല്ലേ അവര് മിണ്ടാതെ നിന്ന് എല്ലാം കേൾക്കുന്നത്. എന്നാലും അവർക്ക് പരസ്പരം എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവില്ലേ? പെണ്ണ് കാണൽ ചടങ്ങിന്റെ ഭാഗമാണത്. സംസാരിക്കട്ടെ. എന്താ ഈ കൊച്ചിനോട് വല്ലതും മിണ്ടാനോ പറയാനോ ഉണ്ടോ നിനക്ക്? ഒന്നും കാണുകയല്ലേ? അല്ല, എനിക്ക് സംസാരിക്കണം. ഒരിടത്തൊരിടത്ത് ഒരിക്കൽ എന്ന് കഥാരൂപത്തിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ മനസ്സിലെന്താണെന്ന് ശ്രുതിക്കറിയാം, ശ്രുതിക്കത് അറിയാമെന്ന് എനിക്കും അറിയാം. ഞാൻ എന്താ ചെയ്യേണ്ടത്? കുട്ടി പറ. ഒരിക്കലും മനസ്സിലുണ്ടായിരുന്ന കാര്യം ഇപ്പോഴും അത് മനസ്സിലുണ്ട്. ജീവിതകാലം മുഴുവനും അത് മനസ്സിൽ സൂക്ഷിക്കാനാണ് ഉദ്ദേശം. ആ ചേച്ചി ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് വരുമെന്ന് മാഷിന് പ്രതീക്ഷയുണ്ടോ? അതോ ആ മനുഷ്യനെ ഉപേക്ഷിച്ചിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. പിന്നെന്താ ഒറ്റയ്ക്കുള്ള കാത്തുനിൽപ്പിന്റെ അർത്ഥം? ഞാൻ കാത്തു നിൽക്കല്ല ശ്രുതി. എങ്ങനെയാ ഇയാളെ പറഞ്ഞത് മനസ്സിലാക്കുക? പിന്നിലേക്ക് നോക്കിയാ ഒരുപാട് അധ്യായങ്ങളുണ്ട്. വായിച്ചു തീർത്ത അധ്യായങ്ങളാണ് ഇപ്പോഴും പിന്നിലുള്ളത്. വായിച്ചില്ലെങ്കിലും മറിച്ചു നോക്കിയ അധ്യായങ്ങളായിരിക്കും അത്. ഇനി അത് ഓർക്കുന്ന എന്തിനാ? വായിക്കാൻ ബാക്കിയുള്ള അധ്യായങ്ങളെ കുറിച്ചല്ലേ ഓർക്കേണ്ടത്? പതിവില്ലാത്ത പക്വതയോടെ ശ്രുതി സംസാരിക്കുന്നു.
എപ്പോഴും പക്വത കാണിക്കുന്ന മാഷ് അതിനൊരു മറുപടിതാ. എന്റെ മനസ്സിൽ ഇപ്പൊ കല്യാണം എന്നൊരു ചിന്തയില്ല. ഒരിക്കലും അങ്ങനൊരു ചിന്ത മനസ്സിലുണ്ടാവരുതെന്ന് മാഷിന് നിർബന്ധമുണ്ടോ? എനിക്കിപ്പോ അങ്ങനെ തോന്നുന്നത്. അച്ഛന്റെ അമ്മയുടെയും പിന്നെ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ കല്യാണം കഴിക്കണമെന്നാണോ ശ്രുതി പറയുന്നത്? മാഷ് തെറ്റിദ്ധരിച്ചു. എങ്ങനെയെങ്കിലും മാഷിനെ കല്യാണത്തിലേക്ക് വലിച്ചിഴക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ചെസ് ബോർഡിലെ കാലാളിനെ മുന്നോട്ട് നീക്കുന്നത് പോലെ അമ്മ എന്നെ മുന്നിലേക്ക് നീക്കി നിർത്തി. ഞാൻ എതിർത്തില്ല. അതേ സംഭവിച്ചുള്ളൂ. എനിക്ക് കുട്ടിയോട് പിണക്കമൊന്നുമില്ല. ഇഷ്ടമാണ് തന്നെ. പക്ഷെ ആ ഇഷ്ടം കല്യാണത്തിലേക്കുള്ള ഒരു പാലമല്ല, ഒരു വിവാഹത്തിന് പാകമല്ല എന്റെ മനസ്സ്. അതാണ് സത്യം. ശ്രുതിക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. തുറന്ന് സംസാരിച്ചതിന് നന്ദിയുള്ളൂ. അല്ലെങ്കിലും എനിക്ക് മാഷിനോട് ദേഷ്യം തോന്നില്ല. ഞാൻ ശ്രമിച്ചാലും പറ്റില്ല. കൂട്ടുകാരന്റെ അനിയത്തി എന്നുള്ള പരിഗണനയാണ് എനിക്ക് തന്നിരുന്നെന്ന് മനസ്സിലായി. അത്രയും വരെ ഓക്കെ. ആളെ പറയരുത് സ്വന്തം അനിയത്തിയെ പോലെ കാണണമെന്ന്. മാഷിനെ കൂടെ പറപ്പായി കരുതണമെന്ന്. ഏട്ടാന്ന് വിളിക്കണമെന്ന്. ശ്രുതിക്കത് താങ്ങാൻ കഴിയില്ല മാഷ്. അമ്മേ, ഇറങ്ങണേ നമുക്ക്. സംസാരിക്കാൻ പോയിട്ട് രണ്ടുപേരെയും കാണുന്നില്ലല്ലോ. പിള്ളാരെ ആ വഴിക്ക് പോയി താലികെട്ടി നടത്തുവോ? എന്താ ഇതിന് മാത്രം സംസാരിക്കാൻ? രേണു ഒന്ന് നോക്കിയേ. ഞാൻ നിങ്ങളെ നോക്കാൻ വരികയായിരുന്നു. സമയം പോയത് അറിഞ്ഞില്ല. മാഷ് ഇത്രയും രസമായിട്ട് വർത്താനം പറയുന്നത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എന്നിട്ട് നിങ്ങൾ എന്ത് തീരുമാനത്തിലെത്തി? തീരുമാനിക്കണം ഞങ്ങളല്ലല്ലോ, വീട്ടുകാരല്ലേ? അല്ലേ അങ്കിൾ? അതെ അതെ. എന്നാ നമുക്ക് ഇറങ്ങിയേക്കാം അമ്മേ. ഹരിയെ കാണുന്നില്ലല്ലോ. ഹരിയേ ഡാ. ശ്രുതി പറഞ്ഞു വിവരങ്ങളൊക്കെ. ബാക്കി ഞങ്ങൾക്ക് വിട്ടേക്ക്. ഞങ്ങള് ചെല്ലട്ടെ മോനെ. രാവിലെ അങ്ങ് വരില്ലേ? അതോ നേരെ ഓഫീസിൽ പോയിട്ട് വീട്ടിലേക്കുള്ളോ? തീരുമാനിച്ചില്ല ആന്റി. ഹരിയെന്ന ഞങ്ങള് ആ ഇനിയുള്ള ആലോചനകളൊക്കെ ഫോണിൽ. അല്ലെങ്കിൽ ഇടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാം. ഓ ശരി. മാഷേ, അപ്പൊ നാളെ പോട്ടെ.
നിനക്ക് നാരങ്ങാ വെള്ളമാണോ ചായയാണോ ശ്രുതി? പെണ്ണിന്റെ ഈ റോട്ടം കണ്ടില്ലേ? നിക്കടാ, പച്ചവെള്ളം കുടിക്കണ്ട, നാരങ്ങ വെള്ളം ഇപ്പൊ തരാം. അതെ, പറഞ്ഞപ്പോ എല്ലാം കഴിഞ്ഞു. അടുപ്പിച്ചു കൂട്ടാൻ ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നു. എല്ലാത്തിനും ഓടാൻ ഞാനും നീയേ ഉള്ളെന്ന് ഓർക്കണം. ഒരു കല്യാണം നടത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. സമയമില്ലേ അമ്മേ? അതിന് ഡേറ്റും തീരുമാനിച്ചൊന്നുമില്ലല്ലോ. അതൊക്കെ ഹരിയുടെ അച്ഛനും അമ്മയും ഉടനെ ചെയ്തോളും. എന്നാലും നമ്മളായിട്ട് ജോത്സ്യനെ കണ്ടൊന്ന് നോക്കിക്കണം. ഹരിയുടെ ഗ്രഹനില വാങ്ങിക്കാൻ മറന്നു. ഇനിയിപ്പോ ജോത്സ്യം നോക്കുമ്പോ നാൾപ്പുറത്തില്ലെന്ന് പറഞ്ഞാലോ? അശുഭമായ കാര്യങ്ങൾ പറയാതടാ. രണ്ടുപേരുടെ ജന്മനാൾ വെച്ച് ഞാനൊന്ന് കൂട്ടി നോക്കി. ദോഷമൊന്നുമില്ല. അഥവാ ചെറിയ കുഴപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധി ജോത്സ്യം പറയും. ഞാൻ ആലോചിക്കായിരുന്നു സജീവേ, എത്ര പവനിട്ട് പെണ്ണിനെ അയക്കണമെന്നാ നിന്റെ ഉദ്ദേശം? ഞാനങ്ങനെ ആലോചിച്ചിട്ടൊന്നുമില്ല. ആലോചിക്കണം. ഹരിയുടെ അച്ഛനൊന്നും ആവശ്യപ്പെട്ടില്ലെങ്കിലും നോക്കിയും കണ്ട് ചെയ്യേണ്ടത് നമ്മുടെ ചുമതലയാ. അല്ലെങ്കിൽ അതിന്റെ കുറച്ചില് ശ്രുതിക്ക. എന്റെ കുറച്ച് സ്വർണം ഇരിപ്പുണ്ട്. 10-12 പവൻ കാണും. പലപ്പോഴായി ശ്രുതിക്ക് വേണ്ടി വാങ്ങിയതും കുറച്ചുണ്ട്. ബാക്കി കൂടി വാങ്ങിക്കണം. എങ്ങനെയായാലും ഒരു 75 പവന്റെ ആഭരണമെങ്കിലും വേണം. അത്രയും ആർഭാടൊന്നും വേണ്ടമ്മേ. പിന്നെ കയ്യിലും കഴുത്തിലും ഒന്നുമില്ലാതെ കല്യാണ പന്തലിലേക്ക് പെണ്ണിനെ ഇറക്കി വിടണമെന്നാണോ? സ്വർണം വാങ്ങിക്കുന്ന ആർഭാടമല്ല, ആവശ്യമാണ്. നാളെ വേണമെങ്കിൽ വിറ്റാലും കാശ് കിട്ടും. പക്ഷേ സ്വർണം വാങ്ങിക്കണമെങ്കിൽ കയ്യിൽ പൈസ വേണ്ടമ്മേ. വേണം. വെറും കൈയോടെ ഒരു കല്യാണം നടത്താൻ പറ്റില്ല. കതിർ മണ്ഡപം, നാദസ്വരം, സദ്യ എല്ലാം ചെലവാ. ഓഡിറ്റോറിയത്തിന്റെ വാടക അതങ്ങ് മറന്നു. പൈസയുടെ കാര്യം ഓർത്താണെങ്കിൽ നീ തല പുണ്ണാക്കണ്ട സജീവേ. കുറച്ച് പൈസ ബാങ്കിൽ കിടപ്പുണ്ട്. ബാക്കി ലോൺ എടുക്കാം. വസ്തു ഈടുവെച്ചാൽ മതിയല്ലോ. എന്ന് കരുതി നിന്റെ ഓഹരിക്ക് കുറവ് വരുമെന്ന് കരുതണ്ട. എന്ന് ഞാൻ പറഞ്ഞോ? അമ്മയ്ക്കിതെന്താ? ശ്രുതിയുടെ കല്യാണം ഏറ്റവും ഭംഗിയായി നടക്കണമെന്ന് എന്റെ ആഗ്രഹം. പിന്നെന്താ തടസ്സം? നല്ലൊരു പയ്യനെയല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് തന്നെ ഏറ്റവും വലിയ കാര്യം. ഹരിയുടെ അച്ഛനും അമ്മയാണെങ്കിലും അമ്മാവനാണെങ്കിലും നല്ല ആൾക്കാരാ. ഉള്ളത് പറഞ്ഞാ നന്ദി ഉണ്ടാവേണ്ടത് ആ ജന്തുവിനോടാ. ഏത് ജന്തു? തെരുവുനായ. ഹരിയുടെ മോട്ടോർ സൈക്കിളിന്റെ മുമ്പിൽ ചാടി ആ പട്ടിയെ. അത് ചാടിയത് കാരണമാണല്ലോ ഹരി മുറിവ് പറ്റി കുറേ ദിവസം കിടന്നത്. ആ സമയത്തല്ലേ അവൻ നമ്മളോട് കൂടുതൽ അടുത്തത്. അതിവിടം വരെ എത്തി. എന്നാ പിന്നെ തെരുവുനായി ഈ വീടിന്റെ ഐശ്വര്യം ഒരു ബോർഡ് എഴുതി വെച്ചാലോ? പോടാ. അതുപോട്ടെ, പെങ്ങടെ കല്യാണത്തിന് ആങ്ങളെ എന്താ കൊടുക്കുന്നത്? ഞാനെന്ത് കൊടുക്കാനാ? എന്നോടാണോ ചോദിക്കുന്നത്? മൂത്തി ആങ്ങളെയാ നീ, അത് മറക്കണ്ട. ഞാനൊരു കാര്യം പറയാം. പണമായിട്ട് നമ്മൾ എന്തെങ്കിലും കൊടുത്താ ഹരിയുടെ അച്ഛനെ രേണുകയും വാങ്ങിക്കില്ല. അതവരെ കൊച്ചാക്കുന്നത് പോലെയാ. അതുകൊണ്ട് ഹരിപ്രസാദിന് സമ്മാനമായിട്ട് ഒരു കാറ് കൊടുക്കാം. അതാവുമ്പോ ആവശ്യവുമാണ്. കല്യാണം കഴിഞ്ഞാൽ അവർക്ക് എങ്ങോട്ടെങ്കിലും ഒക്കെ ഒന്ന് പോകാമല്ലോ. നിന്റെ വകയാ കാറ്, അത് മറക്കണ്ട. അതിനെന്റെ കയ്യില് രൊക്കം കാശ് വേണ്ടടാ. മാസത്തവണയായി ഇപ്പൊ കാറ് കിട്ടും. അത്രയെങ്കിലും നീ അനീത്തി പെണ്ണിന് വേണ്ടി ചെയ്യടാ. കല്യാണ മുഹൂർത്തം വരെ നിശ്ചയിച്ച പോലെ അമ്മ ഓരോന്ന് പറയുന്നത്. നമ്മൾ ഹരിയുടെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് പോയല്ലേ ഉള്ളൂ. ഇനിയും പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സമയാവട്ടെ, എന്നിട്ട് ആലോചിക്കുക എങ്ങനെ കല്യാണം നടത്തണമെന്ന്. അമ്മ ഇപ്പൊ ഒരു കാര്യം ചെയ്യും, അവക്ക് നാരങ്ങളും കൊണ്ട് കൊടുക്കുക. ഇവനെന്താടാ ഇങ്ങനെ? ഒരു ചൂടുമില്ലാത്തൊരു ചെറുക്കൻ. ശ്രുതി, വന്ന ഉടനെ മുറിയിലേക്ക് അങ്ങ് കേറിയല്ലോ. എന്നാ വെള്ളം.
വേണ്ടമ്മേ. അതെന്താ വേണ്ടാത്തത്? അപ്പോഴത്തേക്കും പൊങ്ങച്ചോയി പോയോ? യാത്ര ചെയ്തു വന്നതല്ലേ, ക്ഷീണം മാറട്ടെ. കുടിക്കും മോളെ. എന്തു പറ്റി മോളെ? കണ്ണ് ചൂന്ന് കിടക്കുന്നുണ്ടല്ലോ, എന്താ? ഒന്നുമില്ല. പിന്നെ വെറുതെ കണ്ണു കലങ്ങുവോ? ഒരു തലവേദന. അമ്മ ചെല്ല്, ഞാൻ കുറച്ചിരുന്ന് കിടക്കട്ടെ. ഇത്രയും നേരം വണ്ടിയിൽ ഇരുന്നതിന്റെ ആയിരിക്കും. ഗുളിക വല്ലതും വാങ്ങിപ്പിക്കണോ? വേണ്ട, ഞാനൊന്ന് ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. ഓ, ഇനി ഞാനിവിടെ നിന്നതുകൊണ്ട് തലവേദന മാറാതിരിക്കണ്ട. കിടന്നോ. ശരി സാറേ. മോൻ ഇന്ന് തന്നെ ഇങ്ങ് പോന്നോ? നാളെ വരുള്ളെന്ന് പറഞ്ഞിട്ട്? രാവിലെ ബസ്സിൽ നല്ല തിരക്കായിരിക്കും. ഓഫീസിൽ 10 മണിക്ക് എത്തുകയും ചെയ്യണല്ലോ. എന്നാ പിന്നെ ഞങ്ങളുടെ കൂടെ കാറിന് ഇങ്ങ് പോന്നാ പോരായിരുന്നോ? പിന്നീട് ആന്റി തീരുമാനിച്ചത്. സജീവോടെ ആരെയോ കാണണമെന്നും പറഞ്ഞ് പുറത്തേക്ക് പോയി. അവൻ ഒരു ഉത്തരവാദിത്വം ആയിട്ടില്ല ഹരി. ശ്രുതിയുടെ കല്യാണത്തിന് മുമ്പ് ഒരുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോ ഒരുഴപ്പ്. അച്ഛനില്ലാത്ത വീടാ, അതറിഞ്ഞു നിൽക്കണ്ടേ? കല്യാണം എന്നും നടത്തണമെന്ന് രേണുകയോ അച്ഛനോ വല്ല തീരുമാനവും പറഞ്ഞോ? ഇല്ല. ആ, അത് ഞങ്ങൾ ആലോചിച്ചുറപ്പിച്ചോളാം. ഞാൻ റൂമിലേക്ക് ചെല്ലട്ടെ ആന്റി. ആ, താക്കോല് കയ്യിലുണ്ടല്ലോ. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഇപ്പൊ വേണ്ട. ഓ, അപ്പോ മാഷത് തീരുമാനിച്ചു ഇവിടുന്ന് താമസം മാറാൻ. അതാ ശരിയും തോന്നി. ഇനി ഇവിടെ നിന്നാ അത്ര സുഖാവില്ല. എങ്ങോട്ടാ താമസം മാറുന്നത്? തൽക്കാലത്തേക്ക് ഏതെങ്കിലും ലോഡ്ജിൽ മുറിയെടുക്കാന്ന് വിചാരിക്കുന്നു. അമ്മയോട് പറഞ്ഞു? ഇല്ല, ഇറങ്ങാൻ നേരത്ത് പറയാന്ന് കരുതി. പെട്ടെന്നുള്ള ഈ തീരുമാനത്തിന്റെ കാരണം അമ്മ ചോദിക്കും. അപ്പൊ എന്തു പറയും? എന്തു പറയും മാഷ്? അങ്ങനെയൊന്നും ആലോചിച്ച് വെച്ചിട്ടില്ല ഞാൻ. നമ്മൾ വീട്ടിൽ വെച്ച് സംസാരിച്ചെന്താന്ന് സതിയാന്റിയോട് ശ്രുതി പറഞ്ഞോ? ഇല്ല, ഞാനും മുൻകൂട്ടി ഒന്നും ആലോചിച്ചു വെച്ചിട്ടില്ലെങ്കിലും പറയേണ്ടത് എന്താണെന്ന് എനിക്കൊരു ധാരണയുണ്ട്. അന്യോന്യം സ്നേഹം പങ്കുവച്ചവരുടെ ഒരുപാട് കഥ കേട്ടിട്ടുണ്ട്. കുറെ കാലം സ്നേഹിച്ചിട്ട് വഴി പിരിഞ്ഞു പോയവർ, വീട്ടുകാർ അംഗീകരിക്കാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്തവർ, ഒരുമിച്ചെങ്കിലും പൊരുത്തപ്പെടാനാവാതെ പിണങ്ങി അകന്നവർ, കല്യാണത്തിന് ശേഷം പരസ്പരം നിരന്തരം പോരാട്ടം നടത്തുന്നവർ, സഹിക്കുന്നവർ, അങ്ങനെ എത്രയോ പേർ. നമ്മള് ഇതിലൊന്നിലും പെടുന്നില്ലല്ലോ ശ്രുതി. ഞാൻ ഉൾപ്പെടുന്നില്ലെന്ന് പറയാം. മാഷിന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. സ്നേഹിച്ചിട്ട് കല്യാണം കഴിച്ചവരെക്കാൾ സ്നേഹിച്ചെങ്കിലും കല്യാണം കഴിക്കാത്തവരുടെ കഥയാണ് ചരിത്രത്തിലേറെയുള്ളത്. ഇനിയുണ്ട്. സ്നേഹത്തിന്റെ ബാക്കി പത്രവുമായി
രണ്ടിലൊരാൾ ശിഷ്ടജീവിതം ഒറ്റയ്ക്ക് കഴിച്ചുകൂട്ടുക, മറ്റൊരാൾ വേറൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു പോവുക. അങ്ങനെ പോയ ആളിന്റെ ഓർമ്മകളുടെ വരമ്പത്താണ് മാഷിപ്പോ നിൽക്കുന്നതെന്ന് പറഞ്ഞ ദേഷ്യാവോ എന്നോട്? ദേഷ്യം എനിക്കാണ്, ശ്രുതിക്ക് എന്നോടല്ലേ? തെറ്റിദ്ധാരണ. എനിക്ക് ദേഷ്യം എന്നോടേ ഉള്ളൂ. അല്ലെങ്കിലും കാര്യഗൗരവമില്ലാതെ കലപില കൂട്ടുന്ന ഒരു പൊട്ടിപ്പെണ്ണിന്റെ ദേഷ്യം ആര് വകവയ്ക്കാനാ? അവളുടെ സങ്കടങ്ങൾക്ക് ആര് വില കൽപ്പിക്കാനാ? സ്വയം ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതെ ശ്രുതി. ഇയാൾക്ക് കാര്യഗൗരവമുണ്ട്, കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവുമുണ്ട്. അറിവിനേക്കാൾ വലുതാണ് തിരിച്ചറിവ്. കുട്ടി പറ, ഞാൻ എന്ത് ചെയ്യണം?